ജൂളും ഉണ്ട്, പോസിറ്റീവ് 10 ജൂളും ഉണ്ട്. അതിൽ പോസിറ്റീവ് 10 ജൂൾ ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റീവ് ഫോഴ്സ് -8.75 ആവും. പക്ഷെ ഇവിടെ ഓപ്ഷൻ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ അത് നമുക്ക് കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റെസിസ്റ്റീവ് ഫോഴ്സ് കാണേണ്ടി വരില്ലേ. അപ്പൊ നമുക്ക് ആ റെസിസ്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യാം, ഒന്ന് കാണാം. എങ്ങനെ കാണാം? ഇവിടെ റെസിസ്റ്റീവ് ഫോഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം റെസിസ്റ്റീവ് ഫോഴ്സ് മീൻസ് ഇറ്റ്സ് ദ ഫ്രിക്ഷൻ അല്ലെ. ഫ്രിക്ഷൻ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ F ഈക്വൽ ടു റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എഫ് കാണണമെന്നുണ്ടെങ്കിൽ മ്യൂ എൻ, ആ മ്യൂ നമുക്ക് അറിയില്ല. അപ്പൊ ഇവിടെയുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മള് വർക്ക് എനർജി തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഏതൊക്കെ വർക്കാ നടക്കുന്നത്? ഗ്രാവിറ്റേഷണൽ വർക്കും ഉണ്ടാവും, ഫ്രിക്ഷനും ഉണ്ടാവും അല്ലെ. അപ്പൊ വർക്ക് ഡ്യൂ ടു ഗ്രാവിറ്റിയും ഉണ്ട്, വർക്ക് ഡ്യൂ ടു ഫ്രിക്ഷന് അതായത് റെസിസ്റ്റീവ് ഫോഴ്സും ഉണ്ട്. ഓക്കെ, ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ K2 - K1 എന്ന് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതില് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമുള്ള വർക്ക് നമുക്ക് കിട്ടി 10 ആണ്. ഫ്രിക്ഷൻ കാരണമുള്ള വർക്കാണ് നമുക്ക് കാണേണ്ടത്. അത് നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കണ് -8.75 ആണ് എന്നുള്ളത്. പക്ഷേ നമുക്ക് എന്തറിയണം, അതിന്റെ എക്സാക്ട് വാല്യൂ അറിയണം. കാരണം ഇവിടെ ഓപ്ഷൻ ഇങ്ങനെ വന്നതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അഥവാ നിങ്ങളുടെ ഓപ്ഷനിൽ 10 ജൂൾ വെച്ചിട്ട് പോസിറ്റീവ് 10 ജൂൾ വെച്ചിട്ട് തന്നെ രണ്ട് ആൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ റെസിസ്റ്റീവ് ഫോഴ്സ് കാരണമുള്ള വർക്ക് ഡൺ കാണേണ്ടി വരും. ഓക്കെ, അപ്പൊ K2 - K1 കൊടുക്കുന്നു. K2 ഫൈനൽ സ്റ്റേറ്റിൽ അപ്പൊ ഹാഫ് mvf² മൈനസ് ഹാഫ് mvi². ഓക്കെ, ഹാഫ് അതുപോലെ കൊടുത്തു. എം എന്ന് പറയുന്നത് മാസ് എത്രയാ നമ്മൾ എടുത്ത്? 10⁻³ 1 ഗ്രാം ആണ്. കിലോഗ്രാമൊക്കെ മാറ്റുമ്പോൾ 10⁻³ ഫൈനൽ വെലോസിറ്റി അവിടെ തന്നിക്കണ് ക്വസ്റ്റ്യനിൽ. ദാ ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് അറ്റ് എ സ്പീഡ് ഓഫ് 50 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഗ്രൗണ്ട് ഹിറ്റ് ചെയ്ത സ്പീഡ് അവിടെ കറക്റ്റ് തന്നിട്ടുണ്ട്, 50 ആണ്. ഓക്കെ, 50ന്റെ സ്ക്വയർ വരും അല്ലെ. 50ന്റെ സ്ക്വയർ മൈനസ് ഇവിടെ ഹാഫ് കൊടുത്തു. മാസ് എന്ന് പറയുന്നത് 10⁻³ ഇനീഷ്യലി ആ സാധനം വിടുന്ന സമയത്ത് അതിന് 0 ആവൂലേ. മേലെന്ന് ഒരു സാധനം വീഴുന്ന സമയത്ത് ഇനീഷ്യലി അത് റെസ്റ്റിലാണ്. സോ അതിന്റെ വെലോസിറ്റി 0² എന്ന് വരും. ആ ടേം കംപ്ലീറ്റ് ആയിട്ട് അവിടെ പോയി. ഓക്കെ, ദെൻ 10 പ്ലസ് വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ റെസിസ്റ്റീവ് ഫോഴ്സ് ഈക്വൽ ടു ഇതെന്ത് വരും? 2500 വരും. 2500 by 2 അപ്പൊ 1250 എന്ന് വരും. ഇൻറ്റു 10⁻³ എന്നുണ്ടാവും. മൈനസ് ബാക്കിയുള്ള ടേംസ് അവിടെ 0 ആയി പോയി. ഓക്കെ, 15ന്റെ സ്ക്വയർ 2500, അത് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 1250 ഇൻറ്റു ഈ 10⁻³ ഓക്കെ, 10⁻³ എന്ന് പറയുമ്പോൾ 1.250 എന്ന് എഴുതി കൂടെ. 10 പ്ലസ് WF. ഓക്കെ, ഇതാ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഈക്വൽ ടു 1.25 മൈനസ് 10. അപ്പൊ 10 എന്ന് 1.25 പോയ 9 ആയി, 0.25 പോയ 8.75 ആവും. വലുതിന്റെ സൈന് -8.75 ജൂൾ. ഇങ്ങനെയാണ് ആ റെസിസ്റ്റീവ് ഫോഴ്സ് 8.75 എന്നുള്ള വാല്യൂയിലേക്ക് എത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നുണ്ട്. ക്ലിയർ ആണോ? ചെയ്തത് എങ്ങനെയാണെന്ന് ക്ലിയർ ആണോ? ഒന്ന് വേഗം പറഞ്ഞേ. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റീവ് ഫോഴ്സ് കാണുന്നത് കേട്ടാ. ഏതെങ്കിലും ഒന്ന് കാണാനും മറ്റേത് കാണാനുള്ള ഇതും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ വർക്ക് എനർജി തിയറം യൂസ് ചെയ്യുക. വർക്ക് എനർജി തിയറത്തിൽ പറയുന്നുണ്ട് വർക്ക് ഡൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ്. അതിന് വേണ്ടിയിട്ടായിരുന്നു ആ വെലോസിറ്റി അവിടെ തന്നിരുന്നത്. ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻ ശ്രദ്ധിക്കാം. എപ്പോഴും ഓപ്ഷനിലേക്ക് ഒരു കണ്ണ് വേണം. വെറുതെ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരില്ലായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ ആ 10 ജൂൾ എന്നുള്ള ആ ഓപ്ഷൻ എപ്പോഴും ശ്രദ്ധിക്കുക. മേ ബി നമുക്ക് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനും വന്നേക്കാം. അതിനനുസരിച്ചാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെന്താ സംഭവം? PPയോ എ മോട്ടോർ പമ്പ് എന്നാവും അല്ലേ. എ മോട്ടോർ പമ്പ് ലിഫ്റ്റ് 6 tons of water from a well of depth 25 meter. Okay, 25 meter to the first floor of height 35 meter from the ground in 20 minutes. The power of pump in kilowatt is.
ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ലിഫ്റ്റ് ചെയ്യണം 6 tons ഓഫ് വാട്ടർ ആണ്. 6 tons ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ 6 into 10⁻³ കിലോഗ്രാം വരും. ആദ്യം ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുന്നുണ്ട്. 6 tons മീൻസ് 6 into 10⁻³. ഓക്കെ, അപ്പൊ അത് അവിടെ സെറ്റായി. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഡെപ്ത് 25 മീറ്റർ ആണ്. ഓക്കെ, അതായത് ഇതിപ്പോ നമ്മളെ സർഫസ്, ഇവിടെയാണ് ഫസ്റ്റ് ഫ്ലോർ ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിന്റെ ഹൈറ്റ് അവർ തന്നിട്ടുള്ളത് 35 മീറ്റർ ആണ്. ഓക്കെ, ഇനി ഇതാണ് നമ്മളുടെ വെല്ല്. ഇവിടെ വെല്ലുണ്ട്, വെല്ല് താഴേക്കല്ല ഗ്രൗണ്ടിലേക്കല്ല ഉണ്ടാവുക. അതിന്റെ ഡെപ്ത് തന്നിട്ടുള്ളത്, ഇവിടെയാണ് വാട്ടർ ഉള്ളത്. ഓക്കെ, അതിന്റെ ഡെപ്ത് തന്നിട്ടുള്ളത് 25 മീറ്ററും. ഓക്കെ, ഇനി ഇത് ഇവിടേക്ക് എത്തിക്കണം. അപ്പൊ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് എടുക്കേണ്ടി വരും? 35 + 25 60 എന്ന് എടുക്കേണ്ടി വരും. 60 മീറ്റർ തന്നെയാണ് യൂണിറ്റ്. ഓക്കെ ആണ്. ദെൻ അത് കഴിഞ്ഞു. 35 25 ഫ്രം ദ ഗ്രൗണ്ട് ഇൻ 20 മിനിറ്റ്. അപ്പൊ ടൈം തന്നിട്ടുണ്ട് 20 മിനിറ്റ് എന്നാണ് തന്നിട്ടുള്ളത്. അത് നമുക്ക് എന്തെന്ന് എഴുതാം? 20 × 60 സെക്കൻഡ് എന്ന് കൊടുക്കാം. പിന്നെ തന്നിട്ടുള്ളത് ജീന്റെ വാല്യൂ 10 m/s² യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കിലോ വാട്ടിലാണ് കാണേണ്ടത്. പവർ, അപ്പൊ പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, W/T എന്നാണ് വരുന്നത്. W/T എന്ന് പറയുമ്പോൾ ഇക്വേഷൻ മാറ്റി എഴുതുമ്പോൾ നമുക്കറിയാം WmGH എന്ന് വരും, ഡിവൈഡഡ് ബൈ T. ഓക്കെ, MGH ഡിവൈഡഡ് ബൈ T എന്ന് വരുമ്പോൾ MGH M എത്രയായിരുന്നു? 6 × 10⁻³ വരും. G എന്ന് പറയുന്നത് 10 വരും. ഹൈറ്റ് എന്ന് പറയുന്നത് 60 വരും. ഓൾ ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 20 × 60. ഓക്കെ, ഇനി കട്ടിങ്ങും പേസ്റ്റിങ്ങും ഒക്കെ നടത്തുക. ഇവിടെ നമുക്ക് 60 കട്ട് ചെയ്ത് പോയി. ഓക്കെ, ഈ 0യും കട്ട് ചെയ്ത് പോയി. ബാക്കി 6/2 കട്ട് ചെയ്താൽ 3 വരും. സോ ആൻസർ 3 × 10³ എന്നാവും. പവറിന്റെ യൂണിറ്റ് വാട്ട്. ഇൻ കിലോ വാട്ടിലാണ് കാണേണ്ടത്. അപ്പൊ ഈ 10³ കിലോ എന്നാക്കിയാൽ മതി. സോ 3 kW. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ, 3 kW. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കാർ ഓഫ് മാസ് 1500 കിലോഗ്രാം. അപ്പൊ മാസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1500 കിലോഗ്രാം. ലിഫ്റ്റഡ് അപ്പ് എ ഡിസ്റ്റൻസ് ഓഫ് 30 മീറ്റർ. ഓക്കെ, ഒരു ഡിസ്റ്റൻസ് അവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 30 മീറ്റർ ബൈ ക്രെയിൻ എ. എന്ന് പറഞ്ഞ ക്രെയിൻ ആണ്. അതിനെടുത്ത ടൈം 0.5 മിനിറ്റ്. ഓക്കെ, നമുക്ക് സെക്കൻഡ്ക്ക് മാറ്റാം. നെക്സ്റ്റ്, ദ സെക്കൻഡ് ക്രെയിൻ ബി, മറ്റൊരു ക്രെയിൻ ബി അതേ മാസ് പൊക്കാണ്, സെയിം മാസ് ആണ്, 1500 കിലോഗ്രാം തന്നെയാണ്. ദ സെയിം ജോബ്, അതേ ഡിസ്റ്റൻസിൽ തന്നെയാണ്. സെയിം ജോബ് എന്ന് പറഞ്ഞാൽ സെയിം ഡിസ്റ്റൻസിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇൻ 1 മിനിറ്റ്, ഒറ്റ മിനിറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റേഷ്യോ കാണാനാണ്. ഇവിടെ എല്ലാം സെയിം ആയതുകൊണ്ട് ടൈം അനുസരിച്ചിട്ടുള്ള റേഷ്യോ കണ്ടാൽ പോരെ. എന്താണ് പവറിന്റെ ഇക്വേഷൻ വരുന്നത്? വർക്ക് ബൈ ടൈം എന്നാണ്. അപ്പൊ പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം അല്ലേ വന്നത്? അങ്ങനെ ഇൻവേഴ്സ്ലി ആണെങ്കിൽ തല തിരിച്ചിടുക എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. ആ എനർജിന്റെ റിലേഷൻ ഓർമ്മയില്ലേ? ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയപ്പോ E1/E2 = μ1/μ2 എന്ന് കൊടുത്തു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ലാംഡക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവുമ്പോൾ E1/E2 = λ2/λ1. അതേപോലെ ഇവിടെയും ചെയ്യാം. P1/P2 = T ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തല തിരിച്ചിടുക, T2/T1. ഓക്കെ, റിലേഷൻ എപ്പോഴും അങ്ങനെ കണ്ടെത്തുക കേട്ടാ. ഇനി T2 രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. ഡിവൈഡഡ് ബൈ 2 മിനിറ്റിലായതുകൊണ്ട് സെക്കൻഡ്ക്ക് കൺവേർട്ട് ചെയ്യേണ്ട, ആ 60 എന്നുള്ളത് കട്ട് ചെയ്ത് പോകും. ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് 0.5. ഈ 0.5 എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലേ? അല്ലെങ്കിൽ 1ൽ എത്ര ഹാഫ് ഉണ്ട്? 2 ഹാഫ് ഉണ്ട്. സോ P1 ഈസ് P2 എന്ന് പറയുന്നത് എന്തെന്ന് വരും? 2:1 എന്ന് വരും. 1ൽ എത്ര ഹാഫ് ഉണ്ട്? 2 ഹാഫ് ഉണ്ട്. സോ 2 ആൻസർ വരും. ദാറ്റ് ഈസ് 2:1. ഓപ്ഷൻ ബി വരും. ഓക്കെ, നെക്സ്റ്റ് 1.
An electric pump is used to fill an overhead tank of capacity 9 meter cube kept at a height of 10 meter above the ground. Oh, the percentage in the question. If the pump takes 5 minutes to fill the tank by consuming 10 kilowatt power, the efficiency. Efficiency എന്ന് പറഞ്ഞ പവറിന്റെ കേസിൽ എങ്ങനെയാണ് എഫിഷ്യൻസി? എത്ര പവർ ആവശ്യമുണ്ട് ഡിവൈഡഡ് ബൈ എത്ര പവർ യൂസ് ചെയ്തു ഇൻറ്റു 100 ചെയ്താൽ അതിന്റെ എഫിഷ്യൻസി കിട്ടൂലേ? ഓക്കെ, അപ്പൊ അതേ സംഭവം നമുക്ക് ഇവിടെ ചെയ്യണം. അതിനാദ്യം നമുക്ക് തന്നിട്ടുള്ളത് കൺസ്യൂം ചെയ്യുന്നത് യൂസ്ഡ് ആയിട്ടുള്ള യൂസ് ചെയ്ത പവർ എന്ന് പറയുന്നത് യൂസ്ഡ് പവർ എന്ന് പറയുന്നത് 10 കിലോ വാട്ട് എന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട പവർ നോക്കാം. റിക്വയർഡ് പവർ, ആവശ്യമുള്ള പവർ നോക്കാം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് W/T കൊടുക്കുക. നമുക്ക് ഇലക്ട്രിക് പമ്പ് യൂസ് ടു ഫിൽ ടാങ്ക്, അപ്പൊ നമ്മൾ ഗ്രാവിറ്റി യൂസ് ചെയ്തിട്ട് കാണും mgh/T കൊടുക്കുക. ഓക്കെ, മാസ് തന്നിട്ടില്ല. പകരം കപ്പാസിറ്റി തന്നിക്കണല്ലോ. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം അല്ലേ? നോക്ക്, വോളിയം തന്നിക്കണ്, അത് വെച്ചിട്ടാണ് ബാക്കി കാൽക്കുലേഷൻ ചെയ്താൽ മതി. വോളിയം തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 9 മീറ്റർ ക്യൂബ്. അപ്പൊ മാസ് കാണാൻ നമുക്ക് വെള്ളല്ലേ, അപ്പൊ മാസ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നാണ്. ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പൊ മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് വരും. ഡെൻസിറ്റി എത്ര വരിക? 1000 അല്ലേ വരുന്നത്? സോ അത് കൊടുത്താൽ മതി. നേരെ വാല്യൂ, വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000 അല്ലേ? നേരെ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആദ്യം എന്താ, എമ്മിന് പകരം റോ വി, പിന്നെ ഒരു ജി ഉണ്ട്, ഒരു എച്ച് ഉണ്ട്, ഒരു ഡിവൈഡഡ് ബൈ ഒരു ടൈം ഉണ്ട്. ഓക്കെ, നോക്ക്, റോ എന്ന് പറയണത് 10 ക്യൂബ് ഇൻറ്റു വി എന്ന് പറയണത് എത്രയാണ്? 9 ഇൻറ്റു ജി എന്ന് പറയണത് 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? ഹൈറ്റും എന്താ 10 മീറ്റർ, ടൈമും എന്താ 10 മീറ്റർ. ഓക്കെ, ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ്. അപ്പൊ 60ക്ക് മാറ്റണം. 5 ഇൻറ്റു 60 വരും. ഓക്കെ, ഇനി കാൽക്കുലേഷൻ ചെയ്യാം. ഇവിടെ 0 0 ക്യാൻസൽ ചെയ്ത് പോയി. 10ഉം 5ഉം തമ്മിൽ കട്ട് ചെയ്താൽ മേലെ ഒരു 2 വരും. അപ്പൊ മേലെ 9 ഇൻറ്റു 10 ക്യൂബ് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 6. 9ഉം 6ഉം തമ്മിൽ കട്ട് ചെയ്താല് 9ൽ 3 വരും, 6ൽ 2 വരും. 3 ഇൻറ്റു 10 ക്യൂബ് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2. 2ഉം 2ഉം കട്ട് ചെയ്താല് എന്തെന്ന് വരും? 3 ഇൻറ്റു 10 ക്യൂബ് എന്ന് വരും. അതായത് 3 കിലോ വാട്ട് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് എഫിഷ്യൻസി കാണാം. എഫിഷ്യൻസി കാണാൻ എന്താ ആവശ്യമുള്ളത്? ഡിവൈഡഡ് ബൈ യൂസ് ചെയ്തത് ഇൻറ്റു 100. അപ്പൊ ദാ എഫിഷ്യൻസി ഈക്വൽ ടു, എഫിഷ്യൻസി ഇറ്റ ഈക്വൽ ടു എന്താണ്? ആവശ്യമുള്ളത് റിക്വയർഡ് ബൈ എത്ര കൺസ്യൂം ചെയ്തു, അതായത് യൂസ് ചെയ്തത് എത്ര, ഇൻറ്റു 100. ആവശ്യമുള്ളത് 3 കിലോ വാട്ട്. ഓക്കെ, യൂസ് കൺസ്യൂം ചെയ്തത് ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 കിലോ വാട്ട് ഇൻറ്റു 100. അപ്പൊ ദാ കട്ടിങ്ങും പേസ്റ്റിങ്ങും ഒക്കെ നടത്താം. കിലോ വാട്ട് പോയി, 10ത്തെ ഈ 0യും 0യും പോയി, ബാക്കി ആൻസറിൽ 30%. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഓപ്ഷനില്? നോക്കി നോക്കാം. ദാ ഇ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അല്ല സോറി സി, 30%. ചെയ്തത് ക്ലിയർ ആണോ? യൂസ് ആവശ്യമുള്ളത് ഡിവൈഡഡ് ബൈ യൂസ് ചെയ്തത് ഇൻറ്റു 100, അതാണ് എഫിഷ്യൻസി എന്ന് പറയണത്. ക്ലിയർ ആണോ അല്ലേ എന്നുള്ളത് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. റെഡിയാണോ? യെസ്. ഓക്കെ. നെക്സ്റ്റ് നോക്ക്. വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ്, ഇതൊന്ന് വേഗം കണ്ടെത്തിക്കുക ഏത് ടൈപ്പ് വർക്ക് ആണ് എന്നുള്ളത്. റിട്ടാർഡിങ് ആണ്. റിട്ടാർഡ് ചെയ്യണം. റിട്ടാർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പോയി സ്റ്റോപ്പ് ആവുക, സ്പീഡ് കുറഞ്ഞു വരിക. വേഗം ഒന്ന് പറ, ഏത് ടൈപ്പ് ആണ്? നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ, 0 ആണോ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആണോ, നൺ ഓഫ് ദീസ് ആണ്? ടൈപ്സ് ഓഫ് വർക്ക് കറക്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. അത് വെച്ച് കാണാൻ നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ.
When a force is applied on a moving body, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, അതിമ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ആ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അത് റിട്ടാർഡേഷൻ ആണ് സംഭവിച്ചത്. ഏത് വർക്കാ? നെഗറ്റീവ്. ഓക്കെ, ജസ്റ്റ് ഡയഗ്രാം വരച്ചു നോക്കിയാൽ മതി. എങ്ങനെ? ഇതൊരു ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ട്, ഇതിന് റിട്ടാർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ആവുക എന്നല്ലേ? സ്റ്റോപ്പ് ആവണമെങ്കിൽ അങ്ങോട്ട് ഫോഴ്സ് കൊടുത്താൽ സ്റ്റോപ്പ് ആവുമോ? ഇങ്ങോട്ട് കൊടുക്കണം. സ്റ്റോപ്പ് ചെയ്യാനുള്ള ഫോഴ്സ് നമ്മൾ ഇങ്ങോട്ടാണ് കൊടുത്തത്. അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ തീറ്റ എന്ന് പറയണത് എന്ത് വന്നു? 180 വന്നു. കോസ് തീറ്റ എന്ന് പറയണത് കോസ് 180 എന്നാവും. കോസ് 180ന്റെ വാല്യൂ എന്താ വരിക? -1 ആണ്. നെഗറ്റീവ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്ത് വർക്കായി മാറി, നെഗറ്റീവ് വർക്കായി മാറി. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത്രയൊന്നും ആലോചിക്കണ്ട. അത് ഓപ്പോസിറ്റ് ആണെന്ന് കിട്ടിയാൽ തന്നെ ഞാൻ അവിടെ കറക്റ്റ് മെൻഷൻ ചെയ്ത നിങ്ങൾ ഓപ്പോസിറ്റ്, ആന്റി പാരലൽ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് വർക്ക് ആണ് എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനായില്ല. ഉണ്ടോ? 3 ക്വസ്റ്റ്യൻ കൂടി അല്ലേ? നോക്ക്. 2 masses of 1 gram and 4 gram are moving with equal kinetic energy. Okay. The ratio of magnitudes of their momenta is 1:16, 1:2, 2:1, 4:1, 1:4. ഇതിന് ആ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. മൊമെന്റും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ഇക്വേഷന് അറിയുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഐ തിങ്ക് നമ്മൾ അത് അവിടെ എഴുതിയില്ല തോന്നുന്നു അല്ലെ? വേറൊരു ചാപ്റ്ററിലാണ് വരുന്നത്. എന്നാലും നമുക്ക് ആ കൊളീഷന്റെ കേസിൽ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് കൊടുക്കാം കേട്ടോ. കൊളീഷന്റെ കേസിൽ ഞാൻ ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. മൊമെന്റും കൈനറ്റിക് എനർജിയും റിലേറ്റഡ് ആയിട്ട് അവിടെ അല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, P is equal to √2m KE, √2m KE. ഇതാണ് മൊമെന്റും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ നോട്ട് എഴുതിയെടുത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് അവിടെ ആഡ് ചെയ്ത് കൊടുക്ക്. അല്ലാത്തവർ ഇനി നോട്ട് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കാം. 2 masses of 1 gram and 4 gram are moving with equal kinetic energy. റേഷ്യോ കാണാനാണ്. അപ്പൊ നമ്മളിതാ നമ്മളുടെ റിലേഷൻ നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. P equal to √2m KE. ഓക്കെ, ഇതിൽ നോക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി സെയിം ആണ്. അപ്പൊ പിന്നെ മാസിനനുസരിച്ചാണ് മാറ്റം വരുന്നത്. അപ്പൊ P ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ? √m ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ P1/P2 എന്ന് പറഞ്ഞാൽ √m1/m2 √m2 കൊടുത്തൂടെ? ഇങ്ങനല്ലേ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വരുമ്പോ. ഇൻവേഴ്സ്ലി ആവുമ്പോ തല തിരിച്ചാൽ മതി. P1/P2 തമ്മിലുള്ള റേഷ്യോ ആണ് കാണേണ്ടത്. ഈക്വൽ ടു √m1 എന്ന് പറയുന്നത് 2 masses of 1 gram and 4 gram. Then the ratio of magnitudes of their momenta. ഓക്കെ, അപ്പൊ മേലെ ഫസ്റ്റ് 1 gram ആൻഡ് ദെൻ 4 gram. ഓക്കെ, കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 masses അവർ കറക്റ്റ് പറയും ദ റേഷ്യോ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദെയർ മൊമെന്റ. ഇവിടെ ഓപ്ഷനിൽ തല തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരുന്നുണ്ടാവും, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. √1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 തന്നെ, √4 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ റേഷ്യോ എഴുതുമ്പോൾ 1:2 ആണ് എഴുതേണ്ടത്. ഓക്കെ, ഞാൻ ഒരു രണ്ടാമത്തത് ഈസ്റ്റ് ഒന്നാമത്തത് കാണണം എന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റുക. 1:2. ഫസ്റ്റ് തന്നിട്ടുള്ള മാസിൽ ഫസ്റ്റ് തന്നിട്ടുള്ളത് ഫസ്റ്റ് എടുക്കുക കേട്ടോ. അടുത്തത് ഇഫ് ബി ഇൻക്രീസ് ഇത് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പെർസെൻറ്റേജ് തന്നിട്ട് അതിന്റെ പെർസെൻറ്റേജ് കാണാൻ പറയുക. അതിനൊരു ഐഡിയ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി വെക്കുക. ഇവർ തമ്മിലുള്ള ഈ റിലേഷൻ വെച്ചിട്ട് തന്നെയാണ് കാര്യം പോകുന്നത്. അതായത് P equal to √2m KE. കൈനറ്റിക് എനർജി മൊമെന്റോ അല്ലേ? അപ്പൊ ആ റിലേഷൻ ഞാൻ കൊടുത്തു. അതില് കൈനറ്റിക് എനർജി മൊമെന്റും തമ്മിലുള്ളത് നോക്കുമ്പോൾ P equal to √ കൈനറ്റിക് എനർജി എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് തമ്മിലുള്ള റേഷ്യോ വെച്ചിട്ട് ആദ്യം എത്ര ടൈംസ് ആവും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. P1/P2 എന്ന് പറയണത്
KE1 by KE2 എന്ന് വരും അല്ലേ? ഓക്കെ, ഇനി ഇവിടെ എന്താ പറയുന്നത്? പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഇൻ ഇറ്റ്സ് മൊമെന്റം. അപ്പൊ ആദ്യം നോക്കിക്കോ, ആദ്യമുള്ളതിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യമുള്ള കൈനറ്റിക് എനർജിനെ, മൊമെന്റത്തിലുള്ളതാണ് കാണേണ്ടത്. ആദ്യമുള്ള കൈനറ്റിക് എനർജിനെ നിങ്ങൾ 100%, അതായത് 100x എന്ന് കൊടുക്കണം. ഓക്കെ, രണ്ടാമത് വരുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 300% ആണ്. അപ്പൊ 300x എന്ന് കൊടുക്കുക. കണ്ടോ? ഇനി അത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. മേലെ 300% കൂടി എന്നാണ് അല്ലെ? 300% കൂടി എന്ന് പറയുമ്പോ 100x-നെക്കാളും 300x കൂടി എന്നാണ് കേട്ടോ. അപ്പൊ 100x plus 300x എന്ന് പറയുമ്പോൾ 400x എന്നാണ്. ഓക്കെ, അവിടെ ഇൻക്രീസ് എന്നുണ്ട്. ഇൻക്രീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് 300x എന്ന് എടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഇൻക്രീസ് എന്നുണ്ട്. അപ്പൊ ആദ്യത്തേതിനേക്കാളും 300 കൂടി എന്നുള്ള രൂപത്തിൽ ഞാൻ കൊടുത്തു. നോക്ക്, 100x, ഫസ്റ്റത്തത് 100x ഡിവൈഡഡ് ബൈ, ഒന്നാകെ റൂട്ട് ഇട്ടാൽ മതി അല്ലെ, ഡിവൈഡഡ് ബൈ 400x. എക്സ് കട്ടായി, 100ന്റെ 0 കട്ടായി, ബാക്കി എന്ത് വരും? 1/4 എന്ന് വരും. റൂട്ട് 1 പറഞ്ഞ അയ്യോ, നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നുകൂടി പറയോന്നാ? ഓക്കെ ഓക്കെ, ഫസ്റ്റ് നോക്ക്, ഫസ്റ്റ് നമ്മൾ ആ റിലേഷൻ എടുത്തു. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഇഫ് വി ഇൻക്രീസ് കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി 300% കൂട്ടി, അതായത് ഈ 100ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ബേസിക് ഉള്ളത് വെച്ചിട്ട് ചെയ്തു പോവുക. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിളിന് ഇവിടെ നിങ്ങളോട് 250 എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കേ, 250% കൂട്ടി എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തത് 50% എന്ന് എടുക്കുക. 50ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എടുത്തു പോവുക. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 300 എന്ന് പറയുമ്പോൾ 100%. അപ്പൊ 100 വെച്ചിക്കാണ്ട് ഫസ്റ്റത്തെ കേസ് 100x എന്ന് എടുക്കുന്നു. ഓക്കെ, കൈനറ്റിക് എനർജി രണ്ടാമത്തേല് അതിനെക്കാളും 300% കൂടി എന്ന് പറഞ്ഞാൽ 100x-നോട് കൂടി 300x കൂടി, 300%. ആ എക്സ് പെർസെൻറ്റേജ് എന്നുള്ളത് ഞാൻ മാറ്റിയതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 100x plus 300x എന്ന് പറയുമ്പോൾ 400x എന്ന് കിട്ടും. കൈനറ്റിക് എനർജിന്റെ റിലേഷൻ അവിടുന്ന് കിട്ടി. ഇനി നമ്മളോട് മൊമെന്റത്തിന്റെ പെർസെൻറ്റേജ് കാണാനാണ് പറഞ്ഞത്. അതിന് മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ വന്നു കഴിഞ്ഞാൽ P1/P2 ഈസ് ഈക്വൽ ടു, ഒന്നാകെ ഞാൻ റൂട്ട് ഇടുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ വേണമെങ്കിൽ ആദ്യം കൈനറ്റിക് എനർജി 1 ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി 2 എന്ന് കൊടുത്തു. ഇനി വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. റൂട്ട് ഫസ്റ്റത്തെ കൈനറ്റിക് എനർജി 1 നമ്മൾ 100x എന്ന് എടുത്തു, ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി 2 എന്ന് പറയുന്നത് 400x എന്ന് എടുക്കും. എക്സ് ക്യാൻസൽ ആയി പോയി, 0 ക്യാൻസൽ ആയി പോയി, 100 ആ രണ്ട് സീറോസും ക്യാൻസൽ ആയി പോയി. സോ ബാക്കി റൂട്ട് 1/4 എന്ന് വരും. റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1, റൂട്ട് 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2. സോ 1/2 എന്നാണ് വരുന്നത്. P1/P2. നമുക്ക് രണ്ടാമത്തത് എത്ര പെർസെൻറ്റേജ്, ആദ്യത്തേനെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ എത്ര പെർസെൻറ്റേജ് വരുന്ന കാണാണ്ട്. അപ്പൊ P1 into 2 ഈക്വൽ ടു P2 into 1, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? P2 എന്ന് പറയണത് P1ന്റെ ഡബിൾ ആണ്. P1ന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ അവിടെ 100%, അതായത് 50 മാർക്ക് എനിക്കുണ്ട്. ഓക്കെ, അടുത്ത എക്സാമിന് എനിക്ക് അതിന്റെ 100%, അതിന്റെ ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ 100% കൂടി എന്നല്ലേ. 50ന്റെ 100% എന്ന് പറഞ്ഞാൽ 50 തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്താണ് അതിന് ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ 50 കൂടി എന്ന് പറഞ്ഞാൽ 100 ആയി. അവിടെ ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക 100% ആണ് കൂടിയിരിക്കുന്നത്. അപ്പൊ P2ക്ക് ഇൻക്രിമെന്റ് വന്നിട്ടുള്ളത് എത്രയാ? by 100% എന്ന് ഓർത്തു വെക്കുക.
ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു വഴി കൂടി നിങ്ങൾക്ക് ഈ 100% എന്നുള്ള കോൺസെപ്റ്റ് കിട്ടും. എങ്ങനെ നോക്കിക്കോ. ഇവിടെ നമുക്ക് P2 ഇവിടെ P2 ഈക്വൽ ടു 2P1 എന്ന് കിട്ടിയില്ലേ? ഓക്കെ, ഇങ്ങനെ ആലോചിക്കല്ല എന്നുണ്ടെങ്കിൽ P2 ഈക്വൽ ടു 2P1 നമുക്ക് കിട്ടി അല്ലെ? അപ്പൊ ഇവിടുന്ന് P2/P1 എന്ന് കൊടുക്കുക ഈക്വൽ ടു 2. രണ്ടോടത്തും -1 ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് P2/P1 -1 ഈക്വൽ ടു 2 - 1. അപ്പൊ ഇത് ക്രോസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ P2 - P1 ഡിവൈഡഡ് ബൈ P1 ഈക്വൽ ടു 1 എന്ന് വരും. രണ്ടിടത്തും 100 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പരിപാടി തീർന്ന്. ഇത് നോക്ക്, P2 - P1 എന്ന് പറഞ്ഞാൽ ΔP ആണ്. ΔP/P1 ഇവിടെ ഞാൻ 100 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു ഈക്വൽ ടു 1 × 100. ഓക്കെ, അപ്പൊ P1 കമ്പയർ ചെയ്യുമ്പോൾ എത്ര ചേഞ്ച് വന്നിക്കണ്? ഇതല്ലേ ആ പെർസെൻറ്റേജ്. ആ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കിട്ടി 100 ആണ് എന്നുള്ളത്. ചേഞ്ച് ഇൻ വാല്യൂ ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100, അതാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ പെർസെൻറ്റേജ് നമുക്ക് എന്താണെന്ന് കിട്ടി? 100 ആണെന്ന് കിട്ടി. അല്ലെങ്കിൽ ആലോചിച്ചാൽ മതി, ഡബിൾ ആവുക എന്ന് പറഞ്ഞാൽ 100% കൂടി എന്നാണ്. ആദ്യമുള്ളതിന്റെ 100% കൂടി. ഇപ്പൊ 25 എനിക്കുണ്ട്, അതിന് 100% കൂടി എന്ന് പറഞ്ഞാൽ 25ന് 100% എന്ന് പറഞ്ഞാൽ 25 തന്നെയാണ്. അപ്പൊ 25 + 25 എന്ന് പറയുമ്പോൾ 50 ആവും. ഡബിൾ ആയില്ലേ? ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേ വേഗം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ മക്കളെ. ഒരാൾക്ക് മാത്രമേ ക്ലിയർ ആയിട്ടുള്ളൂ? എന്താ അത്? ഓക്കെ ഓക്കെ, നോക്ക്, ആ ഒരു സംഭവം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഈസിയാ. കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ബിക്കംസ് 4 ടൈംസ്. 4 ടൈംസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? √4 വരും അല്ലെ? √4 എന്ന് പറഞ്ഞാൽ 2 ടൈംസ് കൂടി. അത്രല്ലേ ഉള്ളൂ. P ഈക്വൽ ടു √2 mke എന്നാണ്. ഓക്കെ, മൊമെന്റും കൈനറ്റിക് എനർജിയും തമ്മിലാണ് വേണ്ടത്. അതായത് P എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √ke ആണ്. ആദ്യമുള്ളതിനെക്കാളും 4 ടൈംസ് കൂടി എന്നാണ്. അപ്പൊ P എന്താവും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √4 ആ വരിക. √4 എന്ന് പറയുമ്പോൾ 2 വരും. 2 ടൈംസ് ആണ് അവിടെ കൂടിയിട്ടുള്ളത്. 2 ടൈംസ്, ട്വൈസ് ദ ഇനീഷ്യൽ വാല്യൂ. ട്വൈസ് ദ ഇനീഷ്യൽ വാല്യൂ. ഓക്കെ, അതിന് കൈനറ്റിക് എനർജി ഒക്കെ തരികയാണെങ്കിൽ ഡയറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള റൂട്ടേ തരുള്ളൂ കേട്ടാ. അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ അതിനനുസരിച്ച് വാല്യൂസ് വരുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ? വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്റർ ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട, ഞാൻ പറഞ്ഞു ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസും പക്ഷെ ആ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതും ക്ലിയർ ആണോ ഇപ്പൊ പറഞ്ഞത്? വേഗം ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, എന്നിട്ട് വേണം അടുത്ത ചാപ്റ്ററിലേക്ക് പോവാൻ. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഗ്രാവിറ്റേഷന്റെ ഫയൽ എടുത്തിട്ടുള്ളൂ. മറ്റേത് എവിടെയാണ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഗ്രാവിറ്റേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് എടുത്തതല്ലേ? ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ? ഓക്കെ, ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല. സോ ഫയൽ ഒന്ന് നോക്കട്ടെ കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യന് അല്ല, ക്വസ്റ്റ്യൻ അല്ല, നെക്സ്റ്റ് ചാപ്റ്റർ. കേൾക്കുന്നില്ലേ പറയുന്നത്? ഒന്ന് പറഞ്ഞേ, ഓഡിബിൾ ആണോ? ഓക്കെ ഓക്കെ. നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് വർക്ക് എനർജി പവറിന്റെ ഫസ്റ്റ് നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് വണ് ഷെയർ ചെയ്യാം കേട്ടോ. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ളത് മാത്രം, കുറെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ആവശ്യമുള്ളത് മാത്രം നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോവാം. നോക്കിക്കോ, ഫസ്റ്റില് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ അറിയുന്നുണ്ടായിരിക്കും അല്ലെ? ഫോഴ്സ്, ഫീൽഡ്, പൊട്ടൻഷ്യൽ, ഈ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് സ്റ്റാറ്റിക് ചാർജിന്റെ. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിക് ചാർജിനെ കുറിച്ചിട്ട്, സ്റ്റാറ്റിക് ചാർജ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലുള്ള ചാർജ് ആണ്. അതിന്റെ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക? ഫോഴ്സ്, ഫീൽഡ്, പൊട്ടൻഷ്യൽ. ഫോഴ്സ്, ഫീൽഡ്, പൊട്ടൻഷ്യൽ, ഇതിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇലക്ട്രിക് ചാർജ്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യൂ ആണ്. ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്ററിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. ആ കാര്യങ്ങളും എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും. ഈ ഇലക്ട്രിസിറ്റി ഓക്കെ, ഇലക്ട്രിസിറ്റി എന്നുള്ള ടേം ശ്രദ്ധിക്കണേ. ഇലക്ട്രിസിറ്റി എന്നുള്ള ടേം വന്നിട്ടുള്ളത് ഇലക്ട്രോൺ എന്നുള്ള ഒരു ഗ്രീക്ക് വേർഡ് എന്നാണ്. ഇലക്ട്രോൺ, ഗ്രീക്ക് വേർഡ് ആണിത്. ഓക്കെ, ഈ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ആംബർ എന്നാണ്. ആംബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മരത്തിലൊക്കെ കാണൂല്ലോ, ഒരു മഞ്ഞ പശ പോലുള്ള ഒരു സംഭവം, ഒരു യെല്ലോയിഷ് ബ്രൗൺ കളറിൽ ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ പോലെ കാണൂലേ, ആ സംഭവമാണ് ആംബർ എന്ന് പറയുന്നത്. അതിന്റെ പിന്നിലുള്ളതൊന്നും നമ്മളിപ്പോ പറയണില്ല. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വെക്കുക. പിന്നീട് പറയാനുള്ള കാര്യം, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജസിന് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എന്ന് പേര് കൊടുത്ത ആളാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, ഇനി ചാർജിന്റെ യൂണിറ്റ് നമുക്കറിയാം, ദാറ്റ് ഈസ് കൂളം. ചാർജിന്റെ ഡയമെൻഷന് അത് നമുക്ക് ശരിക്കും തേർഡ് ചാപ്റ്ററിലാണ് അതിന്റെ ഇക്വേഷൻ കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് അറിയാം I = Q/T എന്നാണ്. അപ്പൊ Q = എന്തെന്ന് വരും? IT എന്ന് വരും. I എന്ന് പറഞ്ഞാൽ കറന്റ്, കറന്റിന്റെ ഡയമെൻഷൻ ആംബിയർ, T എന്ന് പറയുന്നത് ടൈം. സോ AT എന്നുള്ളതാണ് ഡയമെൻഷൻ വരുന്നത് ചാർജിന്റെ. പിന്നെ അറിയുന്ന കാര്യം എന്ന് പറയുന്നത്, ലൈക്ക് ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരുപോലുള്ള ചാർജസ് എന്ത് ചെയ്യും? റിപ്പല് ചെയ്യും. ഓക്കെ, അൺലൈക്ക് ചാർജസ്, അതായത് ഓപ്പോസിറ്റ് ചാർജസ് എപ്പോഴും എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഓക്കെ, ഇനി ചാർജിന്റെ മെയിൻ പ്രോപ്പർട്ടീസ്, 3 പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾക്ക് ചാർജിന്റെ കേസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്ത് പോകുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഒന്ന് അഡിറ്റീവ് പ്രോപ്പർട്ടി. അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ഒരുപാട് ചാർജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ ചാർജ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവര് ആഡ് ചെയ്യണം. അഡിറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഓഫ് ചാർജ്. കൺസർവ്ഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് എന്നുള്ള അറിയുന്നതാണ്. സോ കൺസർവേഷൻ ഓഫ് ചാർജ്. ഒരൊറ്റ സിസ്റ്റത്തിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന്റെ ചാർജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്.
പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ. മൂന്നാമത്തത് ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഇതിന്റെ കേസിലാണ് നമ്മൾ Q ഈക്വൽ ടു NE എന്നുള്ള ഇക്വേഷൻ പഠിക്കുന്നത്. ഓക്കെ. അതായത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ്. എപ്പോഴും ഒരു സിസ്റ്റത്തിലുള്ള ചാർജ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ, ഇന്റിജർ വാല്യൂവേ വരുള്ളൂ. 1.5 എന്ന് വരില്ല. ഓക്കെ. 0.2 എന്ന് വരില്ല. കാരണം എപ്പോഴും ഒരു സിസ്റ്റത്തിലുള്ള ചാർജ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടേ വരുള്ളൂ. ഓക്കെ. ഇനി ഇതിൽ നമുക്ക് നിങ്ങൾക്ക് ഉണ്ടോ? ഒറ്റ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഈ ചാപ്റ്ററിന്റെ ടോപ്പിക്സ് ഒന്നും നോക്കിയില്ല. ഗ്രാവിറ്റേഷൻ എന്ന് വിചാരിച്ച് ഇറങ്ങിയതായിരുന്നു. സോ ജസ്റ്റ് ആ ടോപ്പിക് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഗ്രാവിറ്റേഷൻ ഓൾറെഡി എടുത്തതാണ്. ഫിസിക്സ് അല്ലേ? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. Electric charges, conservation, Coulomb's law, force between 2 point charges, force between multiple charges, superposition principle, continuous charge distribution, electric field due to a point charge, electric field lines, dipole, torque on dipole, uniform electric flux, statement, അതിന്റെ 3 കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ ചാർജിങ് ബൈ ഫ്രിക്ഷൻ ഒന്നും ഇല്ല അല്ലേ? ഓക്കെ. അതിൽ ഫ്രിക്ഷന്റെ കേസ് മാത്രം നമുക്ക് ആവശ്യം വരുന്നുണ്ട് പിന്നീട്. അപ്പൊ അത് മാത്രം പറയാം. 3 ടൈപ്പ് ചാർജിങ് വരുന്നുണ്ട്. ട്രാൻസ്ഫർ ചെയ്യുന്നത് 3 രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നോക്കുന്നില്ല. പകരം നമുക്ക് ആവശ്യമുള്ളത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ ആണ്. അത് മാത്രം ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഓക്കെ. ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഓക്കെ. ഒരു ബോഡി മറ്റൊരു ബോഡിയിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺസ് ഡ്യൂറിങ് റബ്ബ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുക. ഓക്കെ. അപ്പൊ നോക്കിക്കോ, ഞാൻ ഇവിടെ 2 ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്. ഈ 2 ഒബ്ജക്റ്റ് തമ്മിലാണ് ഞാൻ റബ്ബ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഒബ്ജക്റ്റ്, ദ സെക്കൻഡ് ഒബ്ജക്റ്റ്. ഈ 2 ഒബ്ജക്ട്സ് തമ്മിൽ റബ്ബ് ചെയ്ത സമയത്ത് ഇവിടുന്ന് ഇലക്ട്രോൺസ്, ഓക്കെ, ഇവിടെയുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ബോഡിയിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അപ്പൊ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഇലക്ട്രോൺ പോവുകയല്ലേ ചെയ്തത്? ഇലക്ട്രോൺ പോയാൽ ഇതിന് എന്ത് ചാർജ് കിട്ടും? ഇത് പോസിറ്റീവ് ചാർജ്ഡ് ആയി മാറും. ഓക്കെ. ഇലക്ട്രോൺ കിട്ടിയ ആള് എന്ത് ചാർജ്ഡ് ആയി മാറും? നെഗറ്റീവ് ചാർജ്ഡ് ആയി മാറും. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി പോയാല് ഇവിടെ മാസ് കുറയും. അത് ഓർത്ത് വെക്കണം. ഓരോ ഇലക്ട്രോണിനും മാസ് ഉണ്ടല്ലോ, അത് കുറയും. ഇവിടെ കിട്ടിയാല് ഇവിടെ മാസ് കൂടും. ഇനി എന്തുകൊണ്ടാണ് പ്രോട്ടോൺ കനോട്ട് ബി ട്രാൻസ്ഫേർഡ്? പ്രോട്ടോൺ കനോട്ട് ബി ട്രാൻസ്ഫേർഡ്. പ്രോട്ടോണും ചാർജ് ഉള്ള ആളാണല്ലോ, അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഡ്യൂ ടു സ്ട്രോങ് ഫോഴ്സ് ഇൻസൈഡ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള സ്ട്രോങ് ഫോഴ്സ് കാരണമാണ്. മൂപ്പര് ന്യൂക്ലിയസിന്റെ ഉള്ളിലല്ലേ നിൽക്കുന്നത്, അവിടെ നല്ല സ്ട്രോങ് അല്ലേ ഫോഴ്സ്. സോ ആ സ്ട്രോങ് ഫോഴ്സ് കാരണമാണ് പ്രോട്ടോണിന് പുറത്തേക്ക് വരാൻ പറ്റാത്തത്. ഐ തിങ്ക് ഇത്രയും കാര്യം ക്ലിയർ ആണ്. പോയ ആള് പോസിറ്റീവും കിട്ടിയ ആള് നെഗറ്റീവ് ഇട്ടാ. ഇവിടെ എന്താണ്? ഇലക്ട്രോൺ ലോസ് ആവുകയാണ് ചെയ്തത്, ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ ആവുകയാണ് ചെയ്തത്. അത് ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും കേസിലുള്ള ഒരു കാര്യം കൂടി ഓർക്കാണ്ട്. കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരികയാണെങ്കിലേ വരുള്ളൂ കേട്ടാ. ഓക്കെ. അല്ലാതെ ക്വസ്റ്റ്യൻ രൂപത്തില് കുറവായിരിക്കും. നോക്കാം. കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ അറിയുണ്ടാവും. അലോ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി.
ഇലക്ട്രിസിറ്റിന്റെ പാസേജ് അലോ ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ ക്യാരക്ടർ. ഇവിടെ എന്ത് ചെയ്യൂല? ഡു നോട്ട് അലോ ചെയ്യൂല. ഓക്കെ ആണല്ലോ. ഇനി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഞാൻ മുന്നേ പറഞ്ഞു. കണ്ടക്ടേഴ്സിൽ പെടുന്നതാണ് ആരൊക്കെ? മെറ്റൽസ്, ആനിമൽ ബോഡീസ്, ഹ്യൂമൻസ് അതിൽ പെടുമല്ലോ. പിന്നെ എർത്ത് ഒക്കെ കേട്ടാ, അതൊന്നും ഓർത്ത് വെക്കുക. എർത്ത് ഒക്കെ കണ്ടക്ടർ ആണ്. മെറ്റൽസ്, എർത്ത്, ഹ്യൂമൻസ് അല്ലെങ്കിൽ അനിമൽ ബോഡീസ് എന്നും പറയാം. ഓക്കെ. അപ്പൊ അതൊക്കെ ഇവിടുത്തെ എക്സാമ്പിൾ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഈ പ്ലാസ്റ്റിക്, വുഡ് പോലുള്ള സംഭവങ്ങളൊക്കെ, പ്ലാസ്റ്റിക്, വുഡ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഒരു ചാർജ് കണ്ടക്ടറിന് കിട്ടിക്കഴിഞ്ഞാൽ അത് അതിന്റെ കംപ്ലീറ്റ് സർഫസിലേക്ക് ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഓക്കെ ആണല്ലോ. ചാർജ് നോക്കിക്കോ, ചാർജ് ട്രാൻസ്ഫേർഡ് ടു കണ്ടക്ടർ, കണ്ടക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ എന്താ സംഭവിക്കുക? അതെന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ എൻറ്റയർ സർഫസ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ എൻറ്റയർ സർഫസ്. ഓക്കെ, അതുകൊണ്ടാണ് ഷോക്ക് അടിച്ച സമയത്ത് നമ്മൾ ഹ്യൂമൻസ് കണ്ടക്ടർ ആണ്, നമ്മുടെ ബോഡി കൂടി ആ ചാർജ് എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വന്നുകൊണ്ട് വേറൊരാൾ തൊടുമ്പോൾ വീണ്ടും അയാൾക്ക് ഏൽക്കുന്നത്. ഓക്കെ. ഇൻസുലേറ്റർ, ഇൻസുലേറ്ററിന്റെ കേസില് ചാർജ് ട്രാൻസ്ഫേർഡ് ടു ആൻ ഇൻസുലേറ്റർ ഗെറ്റ് അക്യുമുലേറ്റഡ്, അവിടെ തന്നെ അടിഞ്ഞുകൂടും. ഗെറ്റ് അക്യുമുലേറ്റഡ് there itself. ഓക്കെ, അല്ലാതെ അത് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ആയി പോവുകയില്ല. ആ കാര്യം നല്ലോണം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി ഗോൾഡിൽ ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് ആണ്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഓക്കെ, ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്? ചാർജ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഡിറ്റക്ട് ചാർജ്. ഓക്കെ, പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് കൊണ്ടുവന്നിക്കണമെന്നുണ്ടെങ്കിൽ ലീവ്സ് ഡൈവേർജ് ചെയ്യും. ഓക്കെ, നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് കൊണ്ടുവന്നിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗോൾഡ് ലീവ്സ് കൺവേർജ് ചെയ്യും, അടുത്തേക്ക് വരും. ദെൻ ചാർജ്ലെസ് ആണെന്നുണ്ടെങ്കിൽ, ചാർജ് ഇല്ലാത്തൊരു ബോഡിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നോ ചേഞ്ച്, ലീവ്സ് നിന്ന പൊസിഷനിൽ അതേപോലെ നിൽക്കും. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇപ്പൊ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് കഴിഞ്ഞു. ഇനി പ്രോപ്പർട്ടീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, കൂളംസ് ലോ. കൂളംസ് ലോന്റെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒന്നും നമുക്ക് വേണ്ട, ഡയറക്റ്റ് ഇക്വേഷൻ പഠിക്കുക. എന്താണ്? ഫോഴ്സ് ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാ പറഞ്ഞത്? പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഇവിടുന്നാണ് എഫ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷനിൽ അത് കെ എന്ന് തരാം. ആ കോൺസ്റ്റന്റ് ആണ് ആര് എന്ന് പറയുന്നത്? 1/4πε0 Q1 Q2 by r² എന്ന് പറയുന്നത്. ഓക്കെ, 1/4πε0 Q1 Q2 by r². ഇനി നോക്കി വെക്കേണ്ട കാര്യങ്ങള്, ഒന്നാമത്തത് എപ്സിലോൺ 0. എപ്സിലോൺ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്.
ഓക്കെ, അതിന്റെ വാല്യൂ എപ്സിലോൺ സീറോന്റെ വാല്യൂ പഠിച്ചു വെക്കുക. 8.85 ഇൻറ്റു 10⁻⁻12 യൂണിറ്റ് വരല് ആലോചിക്ക്. യൂണിറ്റ് എങ്ങനെ വരും? എപ്സിലോൺ സീറോ അങ്ങോട്ട് എടുക്കാൻ ന്യൂട്ടൺ ഫോഴ്സിനെ ഇങ്ങോട്ട് താഴേക്ക് ഇടുക. അപ്പൊ എന്തൊക്കെ വരും? മേലെ കൂളം സ്ക്വയർ ഉണ്ടാവും. ഓക്കെ, താഴെ പെർ ന്യൂട്ടൺ എന്നുള്ളത് മേലേക്ക് ഇതാ പെർ ന്യൂട്ടൺ. പിന്നെ മീറ്റർ സ്ക്വയർ എന്നുള്ളത് മേലേക്ക് വരുമ്പോൾ പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് എപ്സിലോൺ സീറോന്റെ യൂണിറ്റ് വരുന്നത്. ഇനി നിങ്ങൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1/4π എപ്സിലോൺ സീറോ എന്നുള്ളതിന്റെ വാല്യൂ അതുപോലെ പഠിച്ചു വെക്കുക. അതെന്താ വരിക? 9 ഇൻറ്റു 10⁻⁹ ആണ്. ഇതിന്റെ യൂണിറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പൊ എപ്സിലോൺ സീറോന്റെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ യൂണിറ്റ്. അതായത് ന്യൂട്ടണ് മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. എപ്സിലോൺ സീറോ ഇത് ഒന്നാകെയാണ് വരുന്നത്. അപ്പൊ ന്യൂട്ടൺ മേലെ ഉണ്ടാവും, ഈ മീറ്റർ സ്ക്വയർ മേലേക്ക് വരും, ഈ കൂളമ്പ് താഴേക്ക് വരും. അങ്ങനെയാണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. യൂണിറ്റ് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് പെർമിറ്റിവിറ്റി റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്സിലോൺ ആർ ആണ്. അതിന്റെ ഇക്വേഷൻ വരുന്നത് എപ്സിലോൺ എന്ന് മാത്രം ഡിനോട്ട് ചെയ്യുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എപ്സിലോൺ എം എന്ന് കൊടുക്കാം. എപ്സിലോൺ മീഡിയത്തിന്റെ എപ്സിലോണ് ഡിവൈഡ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, ഇതിനെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരും കൂടി ഇത് ദിസ് ഈസ് ഓൾസോ കോൾഡ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കേട്ടാ. ഇതന്നെയാണ് ആരെന്ന് പറയണതും ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയണതും. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക അതിന്റെ കൂടെ. കൂളംസ് ലോ എന്ന് പറയണത് അത്രയേ ഉള്ളൂ. ഇനി കൂളംസ് ലോ ന്യൂട്ടന്റെ തേർഡ് ലോനെ ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. ഒബേസ് ന്യൂട്ടൺസ് തേർഡ് ലോ. കാരണം നമ്മൾ വെക്ടർ ഫോം അവിടെ തെളിയിക്കുന്നതാണ്. ന്യൂട്ടൺസ് തേർഡ് ലോനെ ഒബേ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ്, അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി മൾട്ടിപ്പിൾ ചാർജസ് ഉണ്ടാവുന്ന സമയത്ത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുക. അതായത് എല്ലാത്തിന്റെയും വെക്ടർ സം എടുക്കണം എന്നുള്ളതാണ് എന്തെന്ന് പറയണത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയണത്. ഓക്കെ, നമുക്ക് ഓർത്ത് വെക്കുക. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഒക്കെ ഉള്ളതാണ് കേട്ടോ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സം ഓഫ് വെക്ടർ സം ഓഫ് ഫോഴ്സസ് എടുക്കണം. വെക്ടർ സം ഓഫ് ഫോഴ്സസ് എടുക്കണം എന്നുള്ളതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് മൾട്ടിപ്പിൾ ചാർജസിന്റെ ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് നോക്കുകയാണെങ്കിൽ നോക്കിക്കോ. ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് നോക്കിക്കോ. എങ്ങനെ ഇക്വേഷൻ വരും? ഒരു ഇതില് മൾട്ടിപ്പിൾ ചാർജസ് കാരണമുള്ള ഫോഴ്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 2 എണ്ണം ആണെന്നുണ്ടെങ്കിൽ ആ 2 എണ്ണത്തിന്റെ കൂടി തമ്മിൽ ആഡ് ചെയ്യണം. ഒരു എക്സാമ്പിള്, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, 3 എണ്ണം കൊടുക്കാം. 1 ദാ, 2 ദാ, 3 ദാ. ഇത് ഒന്നാമത്തെ ചാർജ്, ഇത് 2, ഇത് 3, ഇത് 4. ഇങ്ങനെ 4 ചാർജസ് ഉണ്ട്. അപ്പൊ എനിക്ക് കാണേണ്ടത് 1ലേക്കുള്ള ടോട്ടൽ ഫോഴ്സ് ആണെന്ന് വിചാരിക്കുക. 1ലേക്കുള്ള ടോട്ടൽ ഫോഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം 1 2 ഫോഴ്സ് ഓൺ 1/2. അപ്പൊ F12 കാണണം, പ്ലസ് F13 കാണണം, പ്ലസ് F14 കാണണം. പക്ഷെ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെക്ടർ സം എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ ഡിസ്റ്റൻസിന് ഞാൻ R12 എന്ന് കൊടുക്കുന്നു, ഈ ഡിസ്റ്റൻസിന് R13 എന്ന് കൊടുക്കുന്നു, ഈ ഡിസ്റ്റൻസിന് R14 എന്ന് കൊടുക്കുന്നു. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിലും 1/4π എപ്സിലോൺ 0 ഉണ്ടാവും. അപ്പൊ അത് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. ഇവിടെ ഉള്ള ചാർജ് Q1 Q2 Q3 ആണ് ട്ടാ. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നോക്ക്. ഫസ്റ്റത്തത് Q1 Q2 ഡിവൈഡഡ് ബൈ അവിടുത്തെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് വെക്ടർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, പ്ലസ് അടുത്തത് Q1 ഉം Q3 ഉം അവിടുത്തെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് വെക്ടർ, പ്ലസ് അടുത്തത് Q1 ഉം Q4 ഉം അവിടുത്തെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് വെക്ടർ. ഇതാണ് മൾട്ടിപ്പിൾ ചാർജസിന്റെ കേസിൽ എന്ത് കാണാന്? ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി ഫീൽഡ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ്. പോയിന്റ് ചാർജ്
അതിന് മുന്നേ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ അല്ലെ? സോറി. ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ വരുന്നത് ഇറ്റ് ഈസ് ദ ഫോഴ്സ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ റീജിയൺ ആണെന്ന് പറയാം. അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ വരുമ്പോൾ E ഈക്വൽ ടു F/Q എന്നാണ് വരിക. ഓക്കെ, ഇവിടുന്ന് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളം ആണ്. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആയിട്ട് വോൾട്ട് പെർ മീറ്ററും യൂസ് ചെയ്യാറുണ്ട്, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാ? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എവേ ഫ്രം പോസിറ്റീവ്. പോസിറ്റീവ് ചാർജ് എന്ന് എവേ ആയിരിക്കും, ടുവാർഡ്സ് നെഗറ്റീവും. ടുവാർഡ്സ് നെഗറ്റീവ്, നെഗറ്റീവ് ചാർജ്. അതായത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ഉണ്ട് എന്നുണ്ടെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, ഇതായിരിക്കും ഡയറക്ഷൻ വരിക. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജും മൾട്ടിപ്പിൾ ചാർജും ഒക്കെ പഠിക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് എന്നുള്ളതിന്റെ ഇക്വേഷൻ വരുന്നത് E ഈക്വൽ ടു 1/4πε0 Q/r². Q/r². ഫോഴ്സ് ആകുമ്പോ Q1 Q2. ഓക്കെ, ഇനി മറ്റേ മൾട്ടിപ്പിൾ ചാർജസ് വരുന്ന സമയത്ത് എങ്ങനെ വരും? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ചാർജസ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ചാർജസ് എന്ന് പറയാം. ഓക്കെ, ഇതിൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, വെക്റ്റർ സം എടുക്കുന്നത് അതേ പരിപാടി തന്നെ. ഞാൻ അതിൽ നേരെ കൊടുക്കാണ്, ഫിഗർ ഒന്നും കൊടുക്കുന്നില്ല. E ഈക്വൽ ടു എല്ലാത്തിലും കോമൺ ആയിട്ട് ആരുണ്ടാവും? 1/4πε0 ഉണ്ടാവും. ഓക്കെ, ഇനി നോക്ക്, ഫസ്റ്റത്തെ ചാർജിനെ Q1 എന്ന് എടുക്കുന്നു, അതിന്റെ ഡിസ്റ്റൻസിന് R1² എന്ന് കൊടുത്തു, അതിന്റെ ക്യാപ്പ് പ്ലസ് രണ്ടാമത്തെ ചാർജ് Q2, അതിന്റെ ഡിസ്റ്റൻസ് R2², അതിന്റെ ക്യാപ്പ് പ്ലസ് Q3 R3², അതിന്റെ ക്യാപ്പ്. ഓക്കെ, ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. അതായത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഈ പോയിന്റിലേക്കുള്ള ചാർജ് കാണണം. ഇവിടെ Q1 ഉണ്ട്, ഇവിടെ Q2 ഉണ്ട്, ഇവിടെ Q3 ഉണ്ട്. ഇതുപോലെ എത്ര ചാർജ് വന്നാലും ഇങ്ങനെ വെക്റ്റർ സം എടുത്ത് പോയാൽ മതി. ഓക്കെ, R1, R2, R3. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചോളൂ എന്ന് വിചാരിക്കണ, എഴുതണോ? എഴുതാൻ നിന്നാ ഒരുപാട് ടൈം പോവും, അതൊന്ന് പഠിക്കുക കേട്ടോ. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ആ പ്രോപ്പർട്ടീസ് പഠിക്കുക. കാരണം അല്ലാത്തത് ഏതെന്നുള്ള രൂപത്തിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, എന്തൊക്കെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ്, അതിന്റെ ഡയറക്ഷൻ പറയുന്നുണ്ട്. എവേ ഫ്രം പോസിറ്റീവ്, ഇങ്ങനെ ആയാലും പറഞ്ഞു പോകും, ടുവാർഡ്സ് നെഗറ്റീവും. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യൂല എന്നുള്ളതാണ്. നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യൂല. ഓക്കെ, മൂന്നാമത്തത് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, നാലാമത്തത് നെവർ ഇന്റർസെക്റ്റ്, അവർ പരസ്പരം കൂട്ടിമുട്ടൂല, നെവർ ഇന്റർസെക്റ്റ്. ഇനി അഞ്ചാമത്തത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് പാരലൽ ഇക്വിഡിസ്റ്റന്റ് ആൻഡ് സെയിം ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫീൽഡ് ലൈൻസ്, ആറാമത്തത് ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടിയാൽ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കൂടും.
ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, ഫീൽഡ് ലൈൻസിന്റെ എണ്ണം കൂടിയ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കൂടും. ഇനി നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ട് അതിന്റെ ഡയഗ്രംസ് കുറെ തന്നിട്ടുണ്ടായിരിക്കും, അത് ജസ്റ്റ് നോക്കി വെക്കുക. പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഫൈ. ഓക്കെ, ഒരുപാട് പോന്നോ? ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, അപ്പൊ ഫൈൻ്റെ ഇക്വേഷൻസ് നോക്കി വെക്കുക. ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് എസ് എന്ന് പറയാം. ഓക്കെ, ഫൈ ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇ ഡോട്ട് എസ് എന്ന് പറഞ്ഞാൽ ഇ എസ് കോസ് തീറ്റ, അതറിയാലോ. ഡോട്ട് പ്രൊഡക്റ്റ് മാറ്റാൻ അറിയാലോ. വേണമെന്നുള്ളവർ അതിന് നേരെ എഴുതി വെക്കുക കേട്ടോ. ഇനി യൂണിറ്റ് വരുന്നത് ഇതെന്താ? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. കാരണം നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് നോർമൽ, നോർമൽ മീൻസ് പെർപെൻഡിക്കുലർ ടു സർഫസ്, അതാണ്. അപ്പൊ ആ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റി അല്ലേ. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ സർഫസ് മീറ്റർ സ്ക്വയർ. സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ മീറ്റർ സ്ക്വയർ, പിന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ ന്യൂട്ടൺ പെർ കൂളമോ. അപ്പൊ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം എന്നുള്ളതാണ് യൂണിറ്റ് വരുന്നത്. ഓക്കെ, ഇനി ബാക്കി ഇലക്ട്രിക് ഡൈപോള്. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാ, ഈക്വൽ ചാർജ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 2a. ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാ. ഓക്കെ, ഇനി ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ ടോട്ടൽ ചാർജ് എത്രയാണെന്ന് ചോദിക്കാൻ. ഓക്കെ, ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ ടോട്ടൽ ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡിറ്റീവ് പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. സെയിം ചാർജ് ആണ്, പക്ഷെ ആഡ് ചെയ്താൽ എന്താവും? 0 അല്ലേ വരിക. +q ആൻഡ് -q. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തേലും 0 വരും. അത് ഓർത്ത് വെക്കാം. ഇനി ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് അതാണ് പി. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, പിന്റെ ഇക്വേഷൻ നമുക്കറിയാം. പി ഈസ് ഈക്വൽ ടു, അതിൽ ഏതെങ്കിലും ഒരു ചാർജ്, രണ്ടിനും സെയിം വാല്യൂ ആണല്ലോ, ഏതെങ്കിലും ഒരു ചാർജ് ഇൻറ്റു ആ ഡിസ്റ്റൻസ്. ഓക്കെ, ക്യൂ ക്രോസ് ക്യൂ ഇൻറ്റു 2a. ഓക്കെ ആണല്ലോ. ഇനി ഡൈപോൾ മൊമെന്റിന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന് യൂണിറ്റ്. യൂണിറ്റ് എന്താ വരിക? ചാർജ് കൂളംബ്, പിന്നെ ഡിസ്റ്റൻസ് അല്ല, അപ്പൊ കൂളം മീറ്റർ എന്നാണ് കേട്ടാ. കൂളം മീറ്റർ, സെന്റിമീറ്റർ എന്ന് വായിക്കരുത്. സെന്റിമീറ്ററിന് രണ്ടും ചെറുതാണ് വരിക. ഓക്കെ, കൂളം മീറ്റർ. പിന്നെ ഇത് എന്ത് ക്വാണ്ടിറ്റി ആണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടു ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ അങ്ങനെ പഠിക്കണ്ട, അങ്ങനെ പഠിച്ചാൽ പണി പോകണം. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്: നെഗറ്റീവ് ടു പോസിറ്റീവ്, നെഗറ്റീവ് ടു പോസിറ്റീവ്. അത് ഓർത്ത് വെക്കുക. ഓക്കെ, അതായത് ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ പറഞ്ഞത്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് അലോങ് ഇറ്റ്സ് ആക്സിസ്. ആ ആക്സിസിലൂടെ ആവും, അതായത് നമ്മൾ ആ നടുവ് കൂടി ഒരു വര വരക്കുന്നില്ലേ, ആ ആക്സിസിലൂടെയാണ് അതിന്റെ ഡയറക്ഷൻ പാസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആക്സിയൽ ഫീൽഡും ഇക്വറ്റോറിയൽ ഫീൽഡും. നെക്സ്റ്റ് വണ് ആക്സിയൽ ഫീൽഡ്. ആക്സിയൽ ഫീൽഡ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ വരുന്നത് E ഈക്വൽ ടു 1/4πε0
2p/r³. ഓക്കെ, ഇതാണ് ആക്സിയൽ ഫീൽഡിൽ വരുന്നത്. നെക്സ്റ്റ് ഇക്വറ്റോറിയൽ ഫീൽഡ്. ഇക്വറ്റോറിയൽ ഫീൽഡ് അവിടെ വരുന്നത് E = 1/4πε0 p/r³. ഓക്കെ, പിന്നെ അത് രണ്ടും തമ്മിലുള്ള റിലേഷൻ ഉണ്ടാവും. അതെന്താ വരുന്നത്? ആക്സിയൽ ഫീൽഡ് എന്ന് പറയുന്നത് 2 × ഇക്വറ്റോറിയൽ ഫീൽഡ് ആണ്. 2 × ഇക്വറ്റോറിയൽ ഇക്വറ്റോറിയൽ ഫീൽഡ് ആണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നോക്ക്. ഡൈപോൾ ഇൻ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ് എന്നൊക്കെയാണ്. യൂണിഫോം അങ്ങനെ തന്നെ കൊടുക്കുക. ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് കത്തിക്കോളൂല്ലോ. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, യൂണിഫോം ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അറ്റ് എൻഡ്സ്, രണ്ടറ്റങ്ങളിലായിട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, രണ്ടും എന്തായിരിക്കാം? എഫ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ വരില്ല എങ്ങനെ ആയിരിക്കാം? QE എന്നാവും. പക്ഷെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. രണ്ടിനും QE. ചാർജിലും മാറ്റം ഉണ്ടാവില്ല, ഇലക്ട്രിക് ഫീൽഡിലും മാറ്റം ഉണ്ടാവില്ല. പക്ഷെ എന്ത് വരും? ഓപ്പോസിറ്റ് വരും. അപ്പോ അങ്ങനെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ആലോചിച്ചോ, നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ നോ ട്രാൻസ്ലേറ്ററി മോഷൻ, നേരെയുള്ള മോഷൻ, അതായത് നടന്ന് നീങ്ങണ പോലുള്ള മോഷൻ, ലീനിയർ മോഷൻ എന്ന് പറയുന്ന സംഭവം അവിടെ ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ ഈ സാധനം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് അറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ അത് ടോർക്ക് അല്ലേ? കപ്പിൾ ഓഫ് ഫോഴ്സ് എന്നാ പറയണത്. കപ്പിൾ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടോർക്കാണ്. ഇംപ്ലൈസ് ടോർക്ക്. അപ്പൊ അവിടെ ടോർക്ക് ഉണ്ട്. ആ ടോർക്കിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് പഠിച്ചു വെക്കണം. ടോ = P × E എന്നാണ് വരുന്നത്. ഓക്കെ, ടോ = P × E. അയ്യോ, ഇതൊന്ന് ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി കേട്ടോ. അത് ആക്ച്വലി ഫോഴ്സ് കാണാൻ പറ്റൂല ഇവിടെ. നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അത് നമ്മൾ താഴെ എഴുതിയിട്ടുണ്ട്, P × E. ഓക്കെ, അപ്പൊ ടോ = PE sin θ എന്ന് വരും. ഈ ടോർക്കിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ്ട്, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ടോർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് മോഷൻ ഉണ്ടാവും? റൊട്ടേഷൻ ഉണ്ടാകും. റൊട്ടേഷൻ ഒക്വേഴ്സ്. അപ്പൊ ഇത് നിന്നോടത്ത് നിന്ന് തിരിയും. അതാണ് ഈ ഡൈപോളിന്റെ കേസ് വരുന്നത്. ഓക്കെ, ഇനി ഈ ടോർക്കിന്റെ കുറച്ച് സ്പെഷ്യൽ കേസസ് ആണ്. ഓക്കെ, ഓക്കെ, പിയും ഇയും സെയിം ഡയറക്ഷനിൽ, പി ആൻഡ് ഇ ഇൻ സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ട് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടുത്തെ തീറ്റ എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 അല്ലേ? അപ്പൊ ടോന്റെ വാല്യൂ എന്തെന്ന് വരും? 0 എന്ന് വരും. ക്ലിയർ ആണോ? ടോർക്ക് 0 ആവില്ല എപ്പോഴാ? രണ്ടും സെയിം ഡയറക്ഷനിലാവുമ്പോ. ഇതിൽ തന്നെ ഉണ്ടാ ഏതില്? ഈ ഡൈപോൾ ഇൻ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡിന്റെ കാര്യമാണ് പറയണത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയണത് പി ആൻഡ് ഇ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ അവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി വരും. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1 അല്ലെ? സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 അല്ലേ അതിന്റെ മാക്സിമം വാല്യൂ? അപ്പൊ ടോർക്ക് അവിടെ കിട്ടുക മാക്സിമം വാല്യൂ ആണ്. ഇതാണ് ടോർക്ക്. ഇതിനെയാണ് നമ്മൾ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സൈന് കോസും ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് കൺസിഡർ ചെയ്താൽ മതി.
മാക്സിമം വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ സൈനിന്റെയും കോസിന്റെയും ഒക്കെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അത് 1 ആക്കി അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഡൈപോൾ ഇൻ നോൺ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇതിന്റെ കേസിൽ വരുന്നത് നോക്കിക്കോ, ഇവിടെ നെറ്റ് ഫോഴ്സ് ഉണ്ടായിരിക്കും. കാരണം ഈക്വൽ ആയിട്ട് വരില്ല, നോൺ യൂണിഫോം ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഓരോരുത്തും മാറും. അപ്പൊ എഫ് ഈക്വൽ ടു ക്യു ഇ എന്നുള്ളിടത്ത് എന്ത് വരും? ഇന്റെ വാല്യൂ മാറിയ ഫോഴ്സ് അതിനനുസരിച്ച് മാറൂലേ? അപ്പൊ നെറ്റ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യും. നെറ്റ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കും? ട്രാൻസ്ലേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ട്രാൻസ്ലേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതിൽ ചില ഫോഴ്സുകളൊക്കെ എന്തായിരിക്കും? ഓപ്പോസിറ്റ് വരുന്നവർ, ഈക്വൽ അല്ല എന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് വരുന്നവരുണ്ടാവും. ഓപ്പോസിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്തും എക്സിസ്റ്റ് ചെയ്യും? നെറ്റ് ടോർക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെറ്റ് ടോർക്ക് എക്സിസ്റ്റ് ചെയ്ത് അവിടെ എന്തും സംഭവിക്കും? റൊട്ടേഷനും സംഭവിക്കും. അതായത് ഇത് നടന്നുകാണ്ട് തിരിയുന്ന ആളാണ്. ഓക്കെ, ഇതെന്താണ്? നടന്നുകാണ്ട് തിരിയുക. മറ്റാളോ നിന്നോടുത്ത് നിന്ന് തിരിയുക. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ലാസ്റ്റ് ടോപ്പിക്കിലെത്തി. ഇതോടെ നമുക്ക് നിർത്താം. ക്വസ്റ്റ്യന് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ചെയ്യാം. അതിനു മുന്നേ ഞാൻ നിങ്ങൾക്ക് ഈ നോട്ട്സ് ഷെയർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ചാർജ് ഡിസ്ട്രിബ്യൂഷനിലെ ഫസ്റ്റ് വണ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയാം. ഡെൻസിറ്റിന്റെ നോർമലി വരുമ്പോ എന്താണ്? മാസ് ബൈ വോളിയാണ്. ചാർജ് ഡെൻസിറ്റി ആവുമ്പോ ചാർജ് ബൈ വോളിയാ വരിക. ലീനിയർ ചാർജ് ഡെൻസിറ്റി ആവുമ്പോ നോക്ക്, ഡിനോട്ട് ചെയ്യുന്ന സിമ്പല് ലാംഡയാണ്. ചാർജ് ബൈ ലെങ്ത് ആണ് വരിക. ഓക്കെ, ഇവിടുന്ന് ലൈൻ ചാർജ് എന്ന് പറഞ്ഞ സാധനം കണ്ടെത്താൻ പറഞ്ഞാൽ ലൈൻ ചാർജ് അതാണ് ക്യൂ. അപ്പൊ ക്യൂവിന്റെ ഇക്വേഷൻ വരുന്നത് ലാംഡ എൽ എന്ന് വരും. ഇതിന്റെ യൂണിറ്റ് വരല് കൂളം പെർ മീറ്റർ. ഓക്കെ, കൂളം പെർ മീറ്റർ. അടുത്തത് സർഫസ് ചാർജ് ഡെൻസിറ്റി. സർഫസ് ചാർജ് ഡെൻസിറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പല് സിഗ്മയാണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ എസ്. എസ് എന്ന് കൊടുക്കുക, ഏരിയ എന്നുള്ള എന്നും കൊടുക്കുക കേട്ടോ. ഓക്കെ, എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്നാ? സർഫസ് ഏരിയ എന്നാണ്. ഓക്കെ, അപ്പൊ എസ് എന്ന് കൊടുക്കാൻ പറ്റും, ഏരിയ എന്നുള്ളതിന് എന്നും കൊടുക്കാൻ പറ്റും. ഇവിടെ യൂണിറ്റ് വരുന്നത് കൂളം പെർ മീറ്റർ സ്ക്വയർ ഏരിയ ആവുമ്പോ. ഓക്കെ, ഇവിടുന്ന് കിട്ടുന്ന ചാർജിനെ നമ്മൾ പറയുന്ന പേര് സർഫസ് ചാർജ് എന്നാണ്. അതിന്റെ ഇക്വേഷന് ക്യൂ ഈക്വൽ ടു സിഗ്മ എസ് എന്ന് വരും. ഓക്കെ, ലാസ്റ്റത്തത് വോളിയം ഓക്കെ, വോളിയം ചാർജ് ഡെൻസിറ്റി. വോളിയം ചാർജ് ഡെൻസിറ്റി. ഓക്കെ, വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിള് നമ്മുടെ നോർമൽ വോളിയം വെച്ചിട്ടാകുമ്പോൾ ഡെൻസിറ്റി റോ എന്നല്ലേ. അപ്പോ ചാർജ് ബൈ വോളിയം. ഓക്കെ, യൂണിറ്റ് വരല് വോളിയത്തിന്റെ ആകുമ്പോൾ മീറ്റർ ക്യൂബ് എന്നുണ്ടാവും. കൂളം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, ഇവിടെ ഉള്ള ചാർജിന് വോളിയം ചാർജ് എന്ന് പറയും. ദാറ്റ് ഈസ് റോ ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു റോ ബി. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ഇനി ലാസ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് ഗോസസ് ലോ. അതിന്റെ അപ്ലിക്കേഷൻസും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. പക്ഷെ ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് സിമ്പിൾ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഓരോ തവണ വരുമ്പോഴും അത് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് തരാം കേട്ടോ. ഓക്കെ, നോക്കിക്കോ, ഗോസസ് ലോ. ഓക്കെ,
ഗോസസ് ലോന്റെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ആൻ ക്ലോസ്ഡ് സർഫസ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് എന്നുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിക്കുക. ദാ ഫൈ ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ഇതാണ് ഇക്വേഷൻ. അല്ലെങ്കിൽ Q/ε0 എന്ന് പഠിച്ചാലും മതി. ഓക്കെ, ഇതാണ് ഗോസസ് ലോന്റെ ഇക്വേഷൻ. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഫൈ ഈക്വൽ ടു, ഇത് എന്തിന് ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞു? 1/ε0 ഇൻറ്റു ക്യൂക്ക് ഈക്വൽ ആണ്. ഫൈക്ക് ഓൾറെഡി നമ്മൾ ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്ന ഓർമ്മ ഉണ്ടാ? ഇന്റഗ്രൽ E.ds ആണ്. അത് ഇവിടെ യൂസ് ചെയ്യാം, പക്ഷെ ഇവിടെ ക്ലോസ്ഡ് ഇന്റഗ്രൽ ആയിരിക്കണം. ക്ലോസ്ഡ് സർഫസ് ആകുമ്പോൾ നമ്മൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർഫസിനെ നമ്മൾ പറയുന്ന പേരാണ് ഗോഷ്യൻ സർഫസ്. ഗോഷ്യൻ സർഫസ്. ε0ന്റെ വാല്യൂ ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇത് എന്തെന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്? കൂളംസ് ലോന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെന്ന് ആലോചിക്കുക. പിന്നെ കുറച്ച് പോയിന്റ്സ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് ഗോസസ് ലോന്റെ ഫീച്ചേഴ്സ് എന്നുള്ള പോലെ. ഓക്കെ, ഏത് സർഫസിനും പറ്റും. ട്രൂ ഫോർ എനി സർഫസ്. ട്രൂ ഓക്കെ, ട്രൂ ഫോർ എനി സർഫസ്. ഏത് സർഫസിനും പറ്റും. എനി ഷേപ്പ്, എനി സൈസ്. എനി ഷേപ്പ്, എനി സൈസ്. ഓക്കെ ആണല്ലോ. ഇനി ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞ സം ഓഫ് ഓൾ ചാർജസ്, സം ഓഫ് ഓൾ ചാർജസ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ആണ്. അല്ലാതെ ഒരൊറ്റ ചാർജിനെ മാത്രം കൺസിഡർ ചെയ്യൂല. എൻക്ലോസ്ഡ് ബൈ സർഫസ്. ഓക്കെ, ഒരൊറ്റ ചാർജിനെ മാത്രം കൺസിഡർ ചെയ്യൂല. ഗോസസ് ലോ എന്ന് പറയുന്നത് സിമെട്രിക് സിസ്റ്റത്തിലും അസിമെട്രിക് സിസ്റ്റത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ട്രൂ ഫോർ ബോത്ത് സിമെട്രിക് ആൻഡ് അസിമെട്രിക് സിസ്റ്റം. ഓക്കെ, അതായത് സിമെട്രിക് ഷേപ്പ് ആയാലും അസിമെട്രിക് ഷേപ്പ് ആയാലും അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഏതിന്റെ കേസിലാവുന്ന മാത്രം? സിമെട്രിക്കിന്റെ കേസിലാവും എന്നുള്ളത് മാത്രം ഓർക്കുക. ഓക്കെ, ദെൻ കൂളംസ് ലോയും ഗോസസ് ലോയും എങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഇൻവേഴ്സ് സ്ക്വയർ ഡിപ്പെൻഡൻസ് ആണ് അതിന് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഗോസസ് ലോ വേഴ്സസ് കൂളംസ് ലോ വരുന്നത് ഏത് ഡിപ്പെൻഡൻസ്? കൂളംസ് ലോ. based on inverse square dependency. Inverse square dependency. കൂളംസ് ലോന്റെ ഇൻവേഴ്സ് സ്ക്വയർ ഡിപ്പെൻഡൻസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ഗോസസ് ലോ വന്നിട്ടുള്ളത്. ഓക്കെ, ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് പറയണില്ലേ അവിടെ ഒരു ഇൻവേഴ്സ് ഓൺ ഡിസ്റ്റൻസ് എന്ന് കൊടുക്കണം. കണക്ഷൻ പോയി. ഇവിടെ ഒന്നുകൂടി കൊടുത്തോ. ഓൺ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻസ് ആണ്. അതില് ഒന്നാമത്തത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഒന്നാമത്തത് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഓക്കെ, ഇക്വേഷൻ വരുന്നത് E ഈക്വൽ ടു 1/2πε0 ലാംഡ ബൈ ആർ.
ഓക്കെ 1/2πε0 λ/r. ഇത് ഓർത്ത് വെക്കുക. ഇനി ഇവിടുന്ന് ഒരു കാര്യം നമുക്ക് കിട്ടിയത് ഇലക്ട്രിക് ഫീൽഡ് ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളത് ഓർക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ 2πε0 കാൽക്കുലേറ്റ് ചെയ്യാൻ പണിയാവും. സോ 1/4πε0 എന്നാക്കിയിട്ട് ഇവിടെ 2λ/r എന്നും കൊടുക്കാൻ പറ്റും. 2λ/r എന്നും കൊടുക്കാൻ പറ്റും. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ലാംഡ അവിടെ ക്വസ്റ്റ്യനിൽ തരില്ല. അപ്പൊ ലാംഡന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. ലാംഡ ഈക്വൽ ടു എന്തെന്നാണ്? ചാർജ് ബൈ ലെങ്ത് എന്നാണ്. അതും ഓർത്തു വെക്കുക. ഓക്കെ, ഇത്രയാണ് ലോങ് സ്ട്രെയിറ്റ് ചാർജഡ് വയർ അല്ലെങ്കിൽ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ കേസിൽ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. ഓക്കെ, ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റിന്റെ കേസിൽ ഇക്വേഷൻ വരുന്നത് σ/2ε0 ആണ്. σ/2ε0. സിഗ്മക്കുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, സിഗ്മ ഈക്വൽ ടു എന്തെന്നാണ്? Q/S എന്നാണ് വരുന്നത്. അത് ഓർത്ത് വെക്കുക. S സർഫസ് ഏരിയ ആണ്. പിന്നെ ഇവിടെ നോക്കുമ്പോ ഇത് ആരുമായിട്ട് ഡിപ്പെൻഡൻസി ഇല്ല, ആറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ആർ, അതും ഓർത്ത് വെക്കുക. ഓക്കെ, ε0ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയുന്നതാണ്, നേരിട്ട് കൊടുത്താൽ മതി. ഇനി അടുത്തത് മൂന്നാമത്തേത്. ഓക്കെ, യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെരിക്കൽ ഷെല്ല്. ഇതിന് 3 കേസ് വരുന്നുണ്ട്. തിൻ സ്ഫെരിക്കൽ ഷെല്ല്. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആണ്. ഔട്ട്സൈഡ് ദ ഷെല്ല്. ഷെല്ലിന്റെ പുറത്താകുമ്പോഴുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് E ഈക്വൽ ടു സിഗ്മ ക്യാപിറ്റൽ R സ്ക്വയർ ഡിവൈഡഡ് ബൈ ε0 സ്മോൾ r സ്ക്വയർ. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ആരാണ് എന്നുള്ളതാണ്. നോക്കിക്കോ, ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ആ സ്ഫിയറിന്റെ റേഡിയസ്. ഓക്കെ, റേഡിയസ് ഓഫ് സ്ഫിയർ. സ്മോൾ r എന്ന് പറയുന്നത് നമുക്ക് ഒന്നിക്ക പോയിന്റിലുള്ള ഡിസ്റ്റൻസ്. ഒരു പോയിന്റിലാണല്ലോ നമ്മൾ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യാം. അപ്പൊ പോയിന്റിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയാം, ഡിസ്റ്റൻസ് ടു പോയിന്റ്. ആ സ്ഫിയറിന്റെ സെന്ററിൽ നിന്ന് പോയിന്റുള്ള ഡിസ്റ്റൻസ് എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ റേഡിയസ് ഓഫ് ഗോസിയൻ സർഫസ് എന്നും പറയാം. കാരണം ആ പോയിന്റിലാണ് നമ്മൾ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യുക എല്ലാത്തിന്റെ കേസിലും. ഗോസിയൻ സർഫസ്. ഓക്കെ, സ്മോൾ r എന്ന് പറയുന്നത് എപ്പോഴും ആ ഡിസ്റ്റൻസ് ആണ്, അത് ആലോചിക്കുക. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി ഇവിടെ റിലേഷൻ വന്നത്, ഇവിടെ എങ്ങനെ റിലേഷൻ വന്നേ? ഓക്കെ, നോക്ക്, ഇവിടെ റിലേഷൻ വന്നിട്ടുള്ളത് E എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഓക്കെ, സിഗ്മന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, നേരത്തെ നമ്മൾ കൊടുത്തതാണ്. ഇനി വീണ്ടും വീണ്ടും അത് എഴുതുന്നില്ല. അടുത്തത് B, ഓൺ ദ സർഫസ് ഓഫ് ഷെല്ല്. ഷെല്ലിന്റെ സർഫസിലാവുമ്പോ സംഭവിക്കാൻ പോണേ ഈ ആറും സെയിം ആവും. ഓക്കെ, ആ 2 r സെയിം ആയി പോയാൽ ഒരു കട്ടായി പോകൂലേ? അപ്പൊ E ഈക്വൽ ടു σ/ε0. E ഈക്വൽ ടു σ/ε0 എന്ന് വരും. ഓക്കെ, ഒരു കാര്യം കൂടി ഇവിടെ ആലോചിക്കുക. ഇവിടെ ഇൻഡിപെൻഡന്റ് ആണ്, അത് നമുക്ക് ഇക്വേഷൻ തന്നെ മനസ്സിലാവും. ഇതാണ് മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് കേട്ടാ. ഔട്ട്സൈഡിനെക്കാളും ഇൻസൈഡിനെക്കാളും മാക്സിമം എന്ന് പറയുന്നത് ഇവിടെയാണ്. മാക്സിമം ഈ അറ്റ് സർഫസിലാണ് മാക്സിമം ഫീൽഡ് കാണുക.
ഓക്കെ, ഇതിന്റെ കേസിൽ ഇട്ടാ സ്പെരിക്കൽ ഷെല്ലിന്റെ കേസിൽ. സി, ഇൻസൈഡ് ഷെല്ല്. ഇൻസൈഡ് ദ ഷെല്ലിന് ഒരു പ്രത്യേകത ഉണ്ട്, അവിടെ ചാർജ് ഉണ്ടാവൂല, പിന്നെ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവൂല. സോ ടോട്ടലി പോയി 0 വരും. ഓക്കെ, അപ്പൊ അവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, Q ഈക്വൽ ടു 0 ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഇത് നല്ലോണം ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിന്റെ ഓവറോൾ ടോപ്പിക് എന്ന് പറയുന്നത്. ഐ തിങ്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കണേ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യം വരുന്നത്, ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോ പറയാം, പെട്ടെന്ന് പറഞ്ഞു പോയാൽ മേ ബി ബാക്കിയുള്ള ചാപ്റ്ററിനെ പോലെ ക്യാച്ച് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓരോ ക്വസ്റ്റ്യനും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ സെലക്ട് ചെയ്യണം അല്ലേ. ഓരോ ക്വസ്റ്റ്യനും വരുന്നതിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ചും കൂടി സ്പേസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ലീവ് ആയിക്കോളൂ, നെക്സ്റ്റ് ക്ലാസ്സിന്റെ ടൈം അറിയിക്കാം. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യങ്ങൾ? ഈ ചാപ്റ്ററിലുള്ള കംപ്ലീറ്റ് കണ്ടന്റ്സ് പറഞ്ഞതെല്ലാം ക്ലിയർ ആണോ? ഒന്ന് മെസ്സേജ് അയച്ചേ, ടൈപ്പ് ചെയ്തേ, വേഗം ടൈപ്പ് ചെയ്തേ. യെസ് യെസ്, ഓക്കെ ഓക്കെ. ഇപ്പൊ ക്ലിയർ ആയവര് ലീവ് ആയിക്കോളൂ കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.